നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്നൊരു പ്രധാനപ്പെട്ട കമ്പനിയുടെ IPO വിശേഷമാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹർഷ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നുള്ള ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ചാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഉൽപ്പാദനം എന്ന് പറയുന്നത് പ്രിസിഷൻ ബെയറിംഗ് കേജസ് ആണ്. പ്രിസിഷൻ ബെയറിംഗിന്റെ കേജസ് ഇത് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കമ്പനിയാണ് ഹർഷ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഈ കമ്പനി സെപ്റ്റംബർ 14 ഇഷ്യൂ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ 16 വരെയാണ് ഇതിന്റെ ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. 755 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 300 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. ബാക്കി 455 കോടി രൂപയും ഫ്രഷ് ഓഹരികൾ വിറ്റഴിക്കുന്ന വഴിയാണ് കമ്പനി സ്വരൂപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. ഹർഷ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ 2010 ഇത് രൂപം കൊണ്ടതെന്നും ഈ മേഖലയിൽ അവരുടേതായ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കമ്പനിയാണ് ഇതെന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. പ്രിസിഷൻ ബെയറിംഗ് കേജസ് നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയാം. 2018 ഇവർ IPOയ്ക്ക് വേണ്ടിയിട്ട് സെബിയിൽ രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷേ അന്ന് എന്തുകൊണ്ടോ ഇത് നടന്നില്ല, അവർ മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോഴാണ് IPO ആയിട്ട് അവർ മുന്നോട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഏതെല്ലാം മേഖലകളിലാണെന്ന് അറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് മിക്കവാറും എല്ലാ വ്യാവസായിക മേഖലകളിലും ഓട്ടോമോട്ടീവ്, ഏവിയേഷൻ, എയറോസ്പേസ്, റെയിൽവേസ്, അതുപോലെ കൺസ്ട്രക്ഷൻ, മൈനിങ്, റിന്യൂവബിൾ എനർജി, അഗ്രികൾച്ചർ സെക്ടർ, അങ്ങനെ വിവിധങ്ങളായ വ്യവസായ മേഖലകളിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അവർ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ഇവരുടെ പ്രോഡക്ട്സ് കയറ്റി അയക്കുന്നുണ്ട്. ഇനി ഹർഷ എഞ്ചിനീയേഴ്സിന്റെ എക്സ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ 5 കോണ്ടിനെന്റുകളിൽ പെടുന്ന 25ഓളം രാജ്യങ്ങളിലേക്കാണ് ഇവരുടെ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കമ്പനിയുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പ്രിസിഷൻ ബെയറിംഗ് കേജസിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രിസിഷൻ ബെയറിംഗ് കേജസ് തന്നെ ബ്രാസിലും സ്റ്റീലിലും പിന്നെ പോളിയമൈഡ് മെറ്റീരിയൽസിലും നിർമ്മിക്കുന്നതുണ്ട്. അപ്പോൾ ആ രംഗത്താണ് ഇവർ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് നമ്മൾ എടുത്തു പറയുന്നത്. അത് മാത്രമല്ല, പക്ഷേ അവരുടെ പ്രോഡക്റ്റുകളിൽ സോളാർ EPC ബിസിനസ്സിൽ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. സോളാർ EPC എന്ന് പറയുമ്പോഴത്തേക്കും എഞ്ചിനീയറിംഗ്, പ്രൊക്വയർമെൻറ്റ്, കൺസ്ട്രക്ഷൻ ഈ രംഗത്ത്, അതായത് സോളാർ എറക്ഷൻ, സോളാർ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ എൻഡ് ടു എൻഡ് സർവീസുകളെല്ലാം തന്നെ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഹർഷ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നുള്ളത് നമ്മൾ അറിയണം. 2021 സെപ്റ്റംബറിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ഈ വിവിധ തരത്തിലുള്ള ഇൻഡസ്ട്രികളിലേക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയറോസ്പേസ്, കൺസ്ട്രക്ഷൻ, മൈനിങ്, അഗ്രികൾച്ചർ, ഇലക്ട്രിക്, ഇലക്ട്രോണിക്, ഇങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള എഞ്ചിനീയറിംഗ് വ്യവസായങ്ങൾക്ക് 7205ഓളം തരത്തിലുള്ള ബെയറിങ്ങുകളാണ് കമ്പനി നിർമ്മിച്ചിട്ടുള്ളത്. അതിനും പുറമെ 295ഓളം മറ്റ് പ്രോഡക്റ്റുകളും ഈ എഞ്ചിനീയറിംഗ് വിഭാഗം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇവരുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ 1200ഓളം വിവിധ തരത്തിലുള്ള ബെയറിങ്ങുകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് ആകെ 5 മാനുഫാക്ചറിങ് ഫാക്ടറീസ് ആണുള്ളത്. അതിൽ 2 ഇന്ത്യക്ക് വെളിയിലാണ്, 3 ആണ് ഇന്ത്യയിലുള്ളത്. അതായത് ഗുജറാത്തിലെ ചങ്കോദാറിൽ 2, പിന്നെ മൊറയ്യയിൽ 1. അതുകൂടാതെ ചൈനയിലും റൊമാനിയയിലുമാണ് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉള്ളത്. ഹർഷ എഞ്ചിനീയേഴ്സിന്റെ ഉപകമ്പനികളായിട്ട് കാണുന്നത് ചൈനയിൽ ഹർഷ പ്രിസിഷൻ ബെയറിംഗ് കോമ്പോണൻറ്റ്സ് കമ്പനി ലിമിറ്റഡ്, പിന്നെ അമേരിക്കയിൽ HASPL അമേരിക്കാസ് കോർപ്പറേഷൻ, പിന്നെ നെതർലാൻഡ്സിൽ ഹർഷ എഞ്ചിനീയേഴ്സ് BV, അതുകൂടാതെ റൊമാനിയയിൽ ഹർഷ എഞ്ചിനീയേഴ്സ് യൂറോപ്പ് SRL എന്നിങ്ങനെയാണ് ഇവരുടെ സബ്സിഡിയറികളുടെ പേരുകൾ കാണുന്നത്. കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സ് രാജേന്ദ്ര ഷാ, ഹരീഷ് റംഗ്വാല, വിശാൽ റംഗ്വാല, പിലാക് ഷാ എന്നിങ്ങനെ 4 പേരുടെ പേരുകളാണ് കാണുന്നത്. ഇവരുടെ കൈവശമാണ് 99.7% ഓഹരികളും ഇഷ്യൂവിന് തൊട്ട് മുമ്പ്.
ടോട്ടൽ 755 crores ആണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ 455 കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ, 300 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. അതായത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സും മറ്റ് ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സും വിറ്റഴിക്കുന്നതാണ് ഓഹരികൾ. അതിൽ രാജേന്ദ്ര ഷാ എന്ന് പറയുന്ന പ്രൊമോട്ടർ 66.75 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ വിറ്റഴിക്കുന്നു. ഹരീഷ് രംഗ്വാല 75 കോടിക്കുള്ളതും പിലാക്ഷ 16.5 കോടിക്കും, പിന്നെ ഒരു ഇൻവെസ്റ്ററായിട്ടുള്ള ചാരുശീല രംഗ്വാല 75 കോടി രൂപയ്ക്കുള്ളതും, നിർമ്മല ഷാ 66.75 കോടി രൂപയ്ക്കുള്ള ഓഹരികളുമാണ് ഇപ്പോൾ ഓഫർ ഫോർ സെയിലായിട്ട് ഈ IPOയുടെ കൂട്ടത്തിൽ അവർ വിൽക്കുകയാണ്. അവരുടെ കൈവശമുള്ള ഓഹരികളുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ പറയുന്ന 300 കോടി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഇഷ്യൂ വഴി അവർ റേസ് ചെയ്യുന്ന, ഫ്രഷ് ഇഷ്യൂ വഴി റേസ് ചെയ്യുന്ന 455 കോടി രൂപ എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി ഉപയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ 270 കോടി രൂപ അവരുടെ ഡെറ്റ്, അവരുടെ കടബാധ്യതകൾ വീട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുകൂടാതെ 77.95 കോടി രൂപ പുതിയ മെഷീനറികൾ വാങ്ങാനായിട്ട്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൂടാതെ 7.12 കോടി രൂപ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയൊക്കെ റിപ്പയർസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നതാണ് കോർപ്പറേറ്റ്, ജനറൽ കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഹർഷ എഞ്ചിനീയേഴ്സിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കാം. റവന്യൂ നോക്കുകയാണെങ്കിൽ 2019 122.5 കോടിയായിട്ടാണ് കാണുന്നത്. ആ വർഷം ഇതിൻ്റെ അറ്റാദായം എന്ന് പറയുന്നത് നഷ്ടമാണ്. 27.4 കോടി രൂപയുടെ നഷ്ടത്തിലാണ് 2019. അത് അടുത്ത വർഷം ആയപ്പോഴത്തേക്കും റവന്യൂ 885.9 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നെറ്റ് ഇൻകത്തിൽ നല്ല വർധനവുണ്ടായി. നഷ്ടത്തിൽ നിന്ന് 15.5 കോടി ലാഭത്തിലേക്ക് അറ്റാദായം എത്തിയിരിക്കുകയാണ്. 2021 873.8 റവന്യൂ എങ്കിൽ നെറ്റ് ഇൻകം 50.6 കോടിയാണ്. ഇത് ഹാഫ് ഇയർലി കണക്കാണ്. 2022 629.5 ഇവിടെ റവന്യൂ കാണിക്കുന്നത്. അതുപോലെ നെറ്റ് ഇൻകം 44 കോടി രൂപയും. മാർജിൻ കാണിക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഇവിടെ ലോസിലായിരുന്നു 2019, 2020 ആയപ്പോൾ 1.7% ആണ് പ്രോഫിറ്റ് മാർജിൻ കാണുന്നത്. 2021 5.8, അത് അതിനടുത്ത വർഷമായപ്പോഴത്തേക്ക് അർദ്ധവാർഷികമായിട്ടുള്ള കണക്കാണ്. 7% ഇവരുടെ പ്രോഫിറ്റ് മാർജിൻ കാണിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ വളരെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഹർഷ എഞ്ചിനീയേഴ്സിൻ്റെ കണക്കുകൾ കാണിക്കുന്നത്. ഇനി ഹർഷ എഞ്ചിനീയേഴ്സിൻ്റെ IPO ഡീറ്റെയിൽസ് നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. 14 തീയതി മുതൽ സെപ്റ്റംബർ 16 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 314 രൂപ മുതൽ 330 രൂപ വരെയാണ്. അപ്പോൾ അപ്പർ ബാൻഡ് 330 രൂപയാണ്. ഫ്രഷ് ഇഷ്യൂ 455 കോടി രൂപയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫർ ഫോർ സെയിൽ 300 കോടി രൂപയ്ക്കുള്ളത്. അപ്പോൾ ടോട്ടൽ IPO സൈസ് എന്ന് പറയുമ്പോൾ 755 കോടി രൂപയ്ക്കുള്ളത്. റീറ്റെയിലേഴ്സിന് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 45 ഷെയർ വരും ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 13 ലോട്ട് എന്ന് പറയുമ്പോൾ 585 ഷെയർ വരും. മിനിമം 45 ഷെയർ. അങ്ങനെ വരുമ്പോൾ 14,850 രൂപയായിരിക്കും മിനിമം അപ്ലൈ ചെയ്യുന്നവർ ചിലവാക്കേണ്ടി വരുന്ന എമൗണ്ട്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഈ ഒരു ഓഹരിക്ക്. 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട് ഷെയർസ്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 21 തീയതിയാണ്. റീഫണ്ട് 22 തീയതിയും ഡിമാറ്റിലേക്ക് ഷെയർ വരുന്നത് 23 തീയതിയുമാണ്. ഇത് ലിസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 26 തീയതിയാണ്. അപ്പോൾ ഇനി ഇത് വാങ്ങിക്കണോ വേണ്ടയോ എന്നായിരിക്കുമല്ലോ നിങ്ങളുടെ സംശയം. ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയും ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കുകയും ചെയ്തപ്പോൾ ഇത് വാങ്ങാവുന്ന ഒരു ഓഹരിയാണ്. നമുക്ക് ഇത് വളരെയധികം കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുള്ളതും എന്നാൽ ലോകം മുഴുവൻ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിലെ വിവിധ ഇൻഡസ്ട്രികൾ വളരെ സജീവമായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഹർഷ എഞ്ചിനീയേഴ്സിൻ്റെ ഈ പ്രോഡക്റ്റ് എന്നുള്ളത്. ഇവർ നല്ല ഫ്യൂച്ചറുള്ളൊരു കമ്പനിയാണ് എന്നുള്ളത് കൊണ്ട് ഇത് ലോങ് ടേമിലേക്കും നല്ല ഓഹരിയാണ് എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. 2021 വാല്യുവേഷൻസ് ആണ് കണ്ടത്. EPS 5.88, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് 10.49%,
ബുക്ക് വാല്യൂ 86.64 പെർ ഷെയർ എന്നുമാണ് കാണുന്നത്. ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യയാണ്. ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റൽ, ഇക്വറസ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, JM ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് ഇവരൊക്കെയാണ്. ഹർഷ എഞ്ചിനീയേഴ്സിൻ്റെ IPO വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.